തീർച്ചയായും നാളെ ഈയൊരു അഭിമാന നിമിഷം തന്നെയാണ്, ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. 25 വീടുകളായിരുന്നു ആദ്യ പ്രഖ്യാപനം, പക്ഷേ അത് മാറി 100 വീടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ജനതയുടെ തന്നെ ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും വയനാട് ദുരന്തമുണ്ടായ ആ സന്ദർഭത്തിൽ അവിടെയുള്ള ജനത അനുഭവിക്കേണ്ടി വന്ന ദുരിതം അത് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പം ഞങ്ങളന്ന് അവിടെ പോയ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചത് ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന കുടുംബങ്ങൾ, ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്ന കണക്ക് തന്നെ അന്ന് ഉണ്ടായിട്ടില്ല. ഒരു പ്രദേശം തന്നെ ഒലിച്ചുപോയ അനുഭവമായിരുന്നല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ പുനരധിവാസമാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കണം എന്നാണ് DYFI അന്ന് ആലോചിച്ചത്. അന്നാലോചിക്കുമ്പോൾ ഒരു 25 വീടെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ 25 വീടിൻ്റെ ആവശ്യവുമായി ജനങ്ങളെ സമീപിച്ചപ്പോൾ 100 വീട്ടിലേക്ക് എത്തിയെന്നത് ഏറെ അഭിമാനകരമായിട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DYFI ആണ് ആദ്യമായിട്ട് ഈ വീട് പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനം വീട് നിർമ്മിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ DYFI പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മറ്റ് സംഘടനകളും വ്യക്തികളുമെല്ലാം ഈ വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്കൊക്കെ വന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം, കേരളത്തിനൊരു പുതിയ മാതൃക കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ കാശ് സ്വരൂപിച്ചത് പൂർണ്ണമായിട്ടും ആക്രി ശേഖരിച്ചും നമ്മുടെ പ്രവർത്തകരുടെ അധ്വാനം കൊണ്ടും പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പലതരത്തിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ട് കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആഭരണങ്ങൾ ഒരുത്തന്നു, മക്കളുടെ സമ്പാദ്യ കുടുക്ക തന്നു, അവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ മാറ്റിവെച്ച കേക്ക് വാങ്ങാൻ മാറ്റിവെച്ച കാശ് ഇങ്ങോട്ട് തന്നു, JRF സ്കോളർഷിപ്പ് തന്നു. ഇങ്ങനെ പലതരത്തിലും ഇപ്പം അവരുടെ അധ്വാനം എന്നൊക്കെ പറഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മുടെ സഹാക്കൾ തടി ചുമക്കാൻ പോയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അവർ റോഡ് സൈഡിൽ വാഹനങ്ങൾക്ക് കൈനീട്ടി നിർത്തി വാഹനങ്ങൾ കഴുകി കൊടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിലെ ഒരു കമ്മിറ്റി ചക്ക പറിച്ച് വിറ്റിട്ടാണ് പൈസ കണ്ടെത്തിയത്. ചിലയിടങ്ങളിൽ തേങ്ങ പറിക്കാൻ നമ്മുടെ ആളുകൾ പോയിട്ടുണ്ട്. ചില ആളുകൾ പറമ്പ് കാണിച്ച് തന്നിട്ട് ഈ പറമ്പിലെ മുഴുവൻ തേങ്ങയും നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ചായക്കട നടത്തി, ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ രീതിയിലാണ് ഞങ്ങൾ ഈ പണം സമാഹരിച്ചത്. അപ്പോൾ വലിയ പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്നാകെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളോട് നന്ദി പറയാനും കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നാളെ 100 വീടിൻ്റെ ധാരണാപത്രം കൈമാറൽ ചടങ്ങും അതുപോലെ തന്നെ ഈ പണം കൈമാറുന്ന ചടങ്ങും വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തുകയാണ്. റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ അന്ന് വയനാടിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുമതല നിർവഹിച്ചിരുന്ന മുഹമ്മദ് റിയാസ് മന്ത്രിയുണ്ട്. അതുപോലെ തന്നെ വയനാട് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള കേളു പങ്കെടുക്കുന്നുണ്ട്. പിന്നെ റഹീം MP ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് നാളെ ഈ പണം കൈമാറുന്നത്.